പ്രവാസലോകത്തെ വാർത്തകൾ. സൗദിയിൽ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചു. നിയമലംഘനങ്ങൾക്കുള്ള പിഴകളിലാണ് മാനവ വിഭവശേഷി മന്ത്രാലയം മാറ്റം വരുത്തിയത്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ബാധകമായ നിയമങ്ങളിലാണ് മാറ്റം. വലിപ്പത്തിനനുസരിച്ചും ആകെയുള്ള തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചും സ്ഥാപനങ്ങളെ എ, ബി, സി എന്ന് തിരിച്ചാണ് നടപടി. 20 തൊഴിലാളികൾ വരെയുള്ള ചെറിയ സ്ഥാപനങ്ങൾ സി വിഭാഗത്തിലും 21-നും 49-നും ഇടയിൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ബി വിഭാഗത്തിലും 50 അതിൽ കൂടുതലും തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ എ വിഭാഗത്തിലും ഉൾപ്പെടുന്നു. സ്ഥാപന ഉടമയോ തൊഴിലാളിയോ ഉൾപ്പെടുന്ന തൊഴിൽ നിയമലംഘനങ്ങൾക്ക് വലിയ പിഴ ഏർപ്പെടുത്തുന്നതിലൂടെ തൊഴിലാളികളുടെയും സ്ഥാപനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ് പുതുക്കിയ ഭേദഗതി ലക്ഷ്യമിടുന്നത്. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തുകയോ പുറത്തുനിന്നും ജോലിക്കെടുക്കുകയോ ചെയ്യുന്ന ഗുരുതര നിയമലംഘനത്തിന് 2 ലക്ഷം മുതൽ 2.5 ലക്ഷം റിയാൽ വരെയാണ് പിഴ. ലൈസൻസ് ഇല്ലാതെ സൗദികളെ നിയമിച്ചാൽ 2 ലക്ഷം റിയാൽ പിഴ ഈടാക്കും. തൊഴിൽ പെർമിറ്റില്ലാത്ത വിദേശ തൊഴിലാളിയെ ജോലിക്കെടുത്താൽ പിഴ 10,000 റിയാൽ വരെ. തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. സ്വദേശിവൽക്കരിച്ച തൊഴിലുകളിൽ വിദേശികളെ നിയമിക്കുകയോ സാധുവായ തൊഴിൽ ബന്ധമില്ലാതെ സ്വദേശിയെ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്താൽ പിഴ 2,000 മുതൽ 8,000 റിയാൽ വരെ. തൊഴിലുടമ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്യാൻ അനുവദിച്ചാൽ 10,000 മുതൽ 20,000 റിയാൽ വരെ പിഴ. തൊഴിലാളിയെ മറ്റൊരു തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലി ചെയ്യാൻ അനുവദിച്ചാൽ പിഴ 5,000 റിയാലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മലേഷ്യയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. അനധികൃതമായി തങ്ങുന്ന വിദേശികൾക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ അവസരം. വിസ തട്ടിപ്പിൽ കുടുങ്ങിയ മലയാളികൾക്ക് ഉൾപ്പെടെയുള്ളവർക്കിത് ആശ്വാസകരമാകും. അനധികൃത താമസക്കാരായ വിദേശികൾക്ക് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാനാണ് മൈഗ്രന്റ് റീപാട്രിയേഷൻ പ്രോഗ്രാം 2 എന്ന പേരിൽ മലേഷ്യൻ ഭരണകൂടം ഈ വർഷത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. വിസ തട്ടിപ്പ് മൂലം മലേഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പൊതുമാപ്പ് ആശ്വാസകരമാകും. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് അടുത്ത വർഷം ഏപ്രിൽ 30 വരെ ശിക്ഷാ നടപടികൾ കൂടാതെ രാജ്യം വിടാനാകും. ഒറിജിനൽ പാസ്പോർട്ടിനൊപ്പം മാതൃരാജ്യത്തേക്ക് യാത്ര പുറപ്പെടാനുള്ള വിമാന ടിക്കറ്റും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. രാജ്യത്തുടനീളം 14 ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഓഫീസുകളാണ് പൊതുമാപ്പിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നത്. മുൻകൂർ അപ്പോയിന്റ്മെന്റുകൾ ഇല്ലാതെ തന്നെ അപേക്ഷകർക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം എൻഫോഴ്സ്മെന്റ് ഓഫീസുകളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാനാകും. 500 മലേഷ്യൻ റിംഗിറ്റാണ് അപേക്ഷാ ഫീസ്. ഫീസ് കൊടുക്കാൻ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, TNG വാലറ്റ് എന്നീ പേയ്മെന്റ് രീതികൾ മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജപ്പാൻ ടൂറിസം റെക്കോർഡ് നേട്ടത്തിൽ. ഏപ്രിൽ മാസം ജപ്പാനിലെത്തിയത് 40 ലക്ഷത്തോളം വിദേശ സന്ദർശകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.5% ഉയർന്ന് 39.1 ലക്ഷത്തിലെത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. വർഷത്തിലെ ആദ്യ 4 മാസങ്ങൾ ആകെ സന്ദർശകർ 14.4 ദശലക്ഷമായിരുന്നു. അതായത് 24.5% വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യെൻ ദുർബലമായത് സന്ദർശകരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമായി. ജനുവരിയിൽ പുറത്തിറക്കിയ ദേശീയ ടൂറിസം കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഏകദേശം 36.8 ദശലക്ഷം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം വിനോദസഞ്ചാരികളുടെ എണ്ണം ഇരട്ടിയാക്കി 60 ദശലക്ഷമാക്കുക എന്നതാണ് ജാപ്പനീസ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നയപരിഷ്കാരങ്ങളെ തുടർന്ന് ന്യൂസിലാൻഡിൽ ഗോൾഡൻ വിസ അപേക്ഷകളിൽ വർധനവ്. അമേരിക്കക്കാരാണ് മുന്നിൽ. വിദേശ നിക്ഷേപം ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള നയപരമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം ഗോൾഡൻ വിസയ്ക്കുള്ള അപേക്ഷകളിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. പുതുക്കിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുള്ള 6 ആഴ്ചയ്ക്കുള്ളിൽ 65 പുതിയ അപേക്ഷകൾ സമർപ്പിച്ചു. അതിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്നുള്ളതാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. പുതുക്കിയ വിസ പ്രോഗ്രാം ഏറ്റവും കുറഞ്ഞ നിക്ഷേപ ആവശ്യകത $5 മില്യൺ ന്യൂസിലൻഡ് ഡോളറായി കുറയ്ക്കുകയും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ആവശ്യകത ഇല്ലാതാക്കുകയും ചെയ്തു. കൂടാതെ റെസിഡൻസി ബാധ്യത 3 വർഷത്തിൽ നിന്ന് വെറും 21 ദിവസമായി കുറച്ചു. അപേക്ഷാ പ്രോസസ്സിംഗ് സമയം ശരാശരി 11 ദിവസമാക്കി. ഏറ്റവും കുറഞ്ഞ മൂലധന നിക്ഷേപം $620 മില്യൺ ന്യൂസിലൻഡ് ഡോളറാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് ഒരു സർവീസ് കൂടി ആരംഭിക്കുന്നു. മധുരയിലേക്കാണ് നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുന്നത്. ജൂൺ 13-നായിരിക്കും സർവീസ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഭുവനേശ്വർ, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ ആരംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മധുരയിലേക്കും സർവീസ് തുടങ്ങുന്നത്. ആഴ്ചയിൽ 3 തവണയായിരിക്കും അബുദാബി മധുര സർവീസുകൾ ഉണ്ടാകുന്നത്. അവധിക്കാല തിരക്കും ടിക്കറ്റ് നിരക്ക് വർധനയും കണക്കിലെടുത്ത് പുതിയ സർവീസ് ഇന്ത്യക്കാർക്ക് ആശ്വാസകരമായിരിക്കുമെന്ന് ഇൻഡിഗോ എയർലൈൻസ് അധികൃതർ അറിയിച്ചു. നേരിട്ടുള്ള സർവീസുകൾ വരുന്നതോടെ മധുരയിൽ നിന്ന് UAE-യിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, മറ്റ് സാധനങ്ങൾ എന്നിവ എളുപ്പത്തിൽ അയക്കാൻ സാധിക്കും. ഇത് വ്യാവസായിക പുരോഗതിക്ക് ഗുണകരമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.